ആവേ മരിയ. ഫാത്തിമയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ചൈതന്യത്തിൽ പുണ്യങ്ങളിൽ വളർന്ന് സ്ഥിരതയാർന്ന ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഏവരെയും വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന പരിശുദ്ധ അമ്മയുടെ ആഹ്വാനപ്രകാരം ദൈവവചനത്തിൻ്റെയും സഭാപ്രബോധനങ്ങളുടെയും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെയും കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശ്വാസ സമൂഹത്തെ ഉണർത്തിയൊരുക്കി 33 ദിവസത്തെ പ്രാർത്ഥനാ സാധനയോടെ വിമല ഹൃദയത്തിന് സ്വയം സമർപ്പിക്കാൻ ഓരോരുത്തരെയും സഹായിക്കുന്ന ശുശ്രൂഷ ചിൽഡ്രൻ ഓഫ് ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് ഹോളി മേരി. വിമല ഹൃദയത്തിന്റെ മക്കൾ ഫാദർ ഫ്രാൻസിസ് ഏഴാനിക്കാട്ട് MSTയുടെ ആത്മീയ മേൽനോട്ടത്തിൽ ബ്രദർ മാർട്ടിൻ തോമസ് നയിക്കുന്ന ശുശ്രൂഷ വിമല ഹൃദയ പ്രതിഷ്ഠാധ്യാനം, ജ്ഞാനാഭിഷേക ധ്യാനം, ഓൺലൈൻ ഒരുക്ക ശുശ്രൂഷ, പ്രതിഷ്ഠാ ഏകദിനങ്ങൾ എന്നിവയാണ് ഈ ശുശ്രൂഷയുടെ ഭാഗമായി നടന്നുവരുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു സ്ഥാപിച്ച കത്തോലിക്ക സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരുസഭയിലൂടെ നൽകപ്പെടുന്ന 7 കൂദാശകളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ കുർബാനയെ വഹിക്കുന്ന പൗരോഹിത്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധ കന്യകാമറിയം ദേവമാതാവാണെന്ന വിശ്വാസ സത്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധ കന്യകാമറിയം നിത്യകന്യകയാണെന്ന വിശ്വാസ സത്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണെന്ന വിശ്വാസ സത്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയാണെന്ന വിശ്വാസ സത്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ കാലഘട്ടത്തിന്റെ പ്രവാചകരായി കേരള സഭയ്ക്ക് സ്വർഗം നൽകിയ സമ്മാനങ്ങൾ ഒത്തുതീർപ്പില്ലാതെ സത്യസുവിശേഷത്തിന്റെ ശക്തരായ വക്താക്കളായ ഏറെ ബഹുമാനപ്പെട്ട ഇവർ പ്രവചിക്കുന്നത് പോലെ ചെറുതല്ല. 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ സുവിശേഷം എത്തി. പരിശുദ്ധ കന്യകാമറിയം ലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് യാക്കോബ് ശ്ലീഹായ്ക്ക്. പക്ഷെ ചരിത്രത്തിൽ രേഖയുള്ള ആദ്യത്തെ പ്രത്യക്ഷീകരണം നടന്നത് കേരളത്തിലാണ്, കുറവില്ലെന്നാണ്. വെറുതെ ഒന്നുമല്ല. യേശുവിന്റെ 1-ാം വരവിൽ പരിശുദ്ധ അമ്മ അതിന് നേതൃത്വം വഹിച്ചു. യേശുവിന്റെ 2-ാം വരവിലും ടീമിനെ ലീഡ് ചെയ്യുന്നത് കന്യകാമാതാവാണ്. ആ കന്യകാമറിയം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ ഇന്ത്യയുടെ ഈ ദക്ഷിണ ഭാഗത്തുള്ള ഈ മണ്ണ് നോക്കി വെച്ചു. ഇവിടുന്ന് ഒരു ജനത രൂപപ്പെട്ടു. 1980 മുതൽ കേരളത്തിൽ നവീകരണത്തിന്റെ കാറ്റ് ആഞ്ഞടിച്ചതിന് ശേഷം എന്താണ് മലയാളികൾ സുവിശേഷം കേട്ടതിന്റെ മിച്ചമെന്ന് പലപ്പോഴും പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ മിച്ചമെന്നറിയാമോ? കേരള സഭയില് അത്താര വണക്കത്തിനൊന്നും പേര് വിളിച്ച് ഉയർത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. ലോകത്തിന്റെ ഒരു ഭാഗത്തും കണി കാണാൻ കിട്ടാത്തത്ര ഹോളിയായ കുടുംബങ്ങളുണ്ടെന്ന് എനിക്ക് നേരിട്ടറിയാം. അതാണ് സുവിശേഷം കേട്ടതിന്റെ മിച്ചം. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു അവശിഷ്ട ഭാഗം രൂപപ്പെടുന്നു. ഇടങ്ങളിൽ നിന്ന് പലരെ ഒരുക്കി ഒരു അവശിഷ്ട ഭാഗത്തെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരിക. തിരുവെഴുത്തുകളിൽ പറഞ്ഞത് സംഭവിക്കും. ഒരിക്കൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇറങ്ങി വരുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് ഭൂമുഖം നവീകരിക്കാൻ അതിനു മുമ്പ് ഈ ഭൂമുഖത്തിൽ അവസാന റൗണ്ട് ഒരു കളി കളിക്കുന്ന ദൈവം. ലാസ്റ്റ് റൗണ്ട് ഒരു കളിയുണ്ട് ദൈവത്തിന്. ആവനാഴിയിൽ അവസാനത്തെ അസ്ത്രങ്ങൾ പുറത്തെടുക്കുന്ന ഒരു ദിനം. അന്ന് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ, അന്ന് കർത്താവിന് വേണ്ടി ഭൂമുഖത്തിന്റെ നാനാഭാഗത്തെയും വീണ്ടെടുക്കാൻ ദൈവത്തിന് ഒരു ഹോളി റെമനന്റ് വേണം. അതിനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടുവരും. അതുകൊണ്ട് ഒരു അവശിഷ്ട ഭാഗത്തെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. അവസാന റൗണ്ട് വെടിവെപ്പുണ്ട്. അന്നിൽ തല തകരും. ലാസ്റ്റ് റൗണ്ട്. അതിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്ത് എനിക്കൊരു 10 എണ്ണത്തെ മതി. 10 കുടുംബം, 10 ദമ്പതിമാര്, 10 മതി. ഒന്നുകിൽ അവർ അല്ലെങ്കിൽ അവരുടെ മക്കൾ കർത്താവിന് വേണ്ടി നിൽക്കണം. എന്റെ വീട് ദൈവരാജ്യത്തിന്റെ കർത്താവിന്റെ 2-ാം വരവിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വീടായി. അതിന്റെ ഭാഗമാണ് ചുണയുണ്ടോ? ഉണ്ടെങ്കിൽ ബൈബിൾ പറയുന്നത് സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോൽ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യാതിരിക്കുക സൂക്ഷിക്കുകയും. എന്നാൽ ഈ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും നിബന്ധിക്കും. സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായി. പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ അപകടങ്ങളിൽ പെടാത്തവർക്ക് മാത്രമേ യേശുവിന്റെ 2ാമത്തെ ആഗമനത്തില് യേശുവിനോട് കൂടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഈശോയോട് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ഈ അപകടങ്ങളിൽ പെടരുത്. ഇത് പ്രലോഭനമാണത്. ഇത് പൈശാചിക ബന്ധനമാണത്. ഇത് വരാൻ സാധ്യത ഏറെയുണ്ട്. ഇതിൽ പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം.
അവിടെ ഈ സമയത്ത് ഈ ധ്യാനങ്ങളും കൺവെൻഷനുകളും നടക്കുമ്പോൾ ഈ ഒത്തിരി നാളൊന്നും കാണില്ലല്ലോ കൺവെൻഷനുകൾക്ക്. ഇതൊക്കെ നിൽക്കും, ഇതൊക്കെ സഭ ലോകം നിൽക്കണം. പിശാച് തുടങ്ങുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഇനി ഒരു സമയം വരാൻ പോകുന്നത്, ഇനി എല്ലാം വിളവെടുപ്പിന്റെ നാളുകൾ വരാൻ പോവാ. ഇതിപ്പോൾ വിതച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ വിളവെടുപ്പ് അതുകൊണ്ട് ഇനിയുള്ള കാലം സുരക്ഷിതമായ കാലം. ഇത് പ്രാർത്ഥന ആഴപ്പെടുക. എന്നോട് ഈശ്വരൻ ഓരോരുത്തരും അവനവന്റെ ആത്മാവിന്റെ രക്ഷ സുരക്ഷിതമാക്കാൻ പറയുക. ഓരോരുത്തരും അവനവന്റെ ഭൗതിക രക്ഷയല്ല, ഭൗതികമായ രക്ഷയല്ല, ആത്മരക്ഷ. ഓരോരുത്തരും അവനവന്റെ ആത്മാവിന്റെ രക്ഷ സുരക്ഷിതമാക്കുക. അതെ, അമലോത്ഭവ മറിയത്തിന്റെ പുത്രനായ യേശുവിനെ ഏകരക്ഷകനും ലോകരക്ഷകനുമായി ഞങ്ങളും വിശ്വസിച്ചേറ്റു പറഞ്ഞുകൊണ്ട് തിരുസഭയെ അത്യന്തം സ്നേഹിക്കുകയും അതിന്റെ വിശുദ്ധീകരണത്തിനായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ ഓൺലൈൻ പങ്കെടുക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താമസിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 9744670556 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആവേ മരിയ.